ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വാർദ്ധക്യത്തിൽ ആരോരും തുണയില്ലാതെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അനാഥാലയങ്ങളിലേക്ക് തള്ളപ്പെടുന്നത്. കണ്ണുനീർ തോരാത്ത ദിവസങ്ങൾ ഇവർക്ക് ഉണ്ടാവാറില്ല. കോഴിക്കോട് കോട്ടൂളിയിലെ ഹോം ഓഫ് ലവ് എന്ന സ്നേഹവീട്ടിൽ നിരാലംബരായ നിരവധി പേർ സഹവസിക്കുന്നുണ്ട്. പുതുവത്സര ദിനത്തിൽ ഇവർക്ക് കൂട്ടായി എത്തിയത് 90ഓളം കുട്ടി പോലീസുകാരാണ്. നന്മയുടെയും സ്നേഹത്തിന്റെയും വിത്തുകൾ വിതച്ച് ഈ വിദ്യാർത്ഥികൾ സമൂഹത്തിന് മാതൃകയായി. ജിൻഷ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം. നാടൊട്ടുക്കും നബിദിനാഘോഷ പരിപാടികൾ. പ്രവാചക പ്രകീർത്തനങ്ങളുമായി ഘോഷയാത്രകൾ. റെയിൽവേ സ്വകാര്യവൽക്കരിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ പ്രക്ഷോഭത്തിലേക്ക്. തിങ്കളാഴ്ച ജനകീയ സദസ്സ്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം തകർന്ന് അന്യസംസ്ഥാന തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. റെയിൽവേ സ്വകാര്യവൽക്കരിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിക്കുന്നു. ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ജനകീയ സദസ്സ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദാരവൽക്കരണ, സ്വകാര്യവൽക്കരണ നടപടികൾ തുടങ്ങിവെച്ച 1991 പ്രഖ്യാപിച്ച വ്യവസായ നയത്തിൽ റെയിൽവേയെ സർക്കാർ മേഖലയിൽ നിലനിർത്തിയിരുന്നു. 1999 NDA സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലും റെയിൽവേയെ സർക്കാർ മേഖലയിൽ നിലനിർത്തി. 2009 UPA സർക്കാരും ഇതുതന്നെ തുടർന്നു. എന്നാൽ ഇപ്പോഴത്തെ സർക്കാർ ഗസറ്റ് വിജ്ഞാപനം വഴി പ്രമേയ ഭേദഗതി വരുത്തുകയും 10 മേഖലകളിൽ വിദേശ നിക്ഷേപം ക്ഷണിക്കുകയും ചെയ്തിരിക്കുകയാണെന്ന് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ലാഭത്തിലാവാൻ സാധ്യതയുള്ള മേഖലകൾ തെരഞ്ഞുപിടിച്ച് സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുക വഴി പൊതുജനങ്ങളുടെ മേൽ കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് വരാനിരിക്കുന്നത്. ടിക്കറ്റ് നിരക്ക് വർധന, സർവീസുകളുടെ ലഭ്യതക്കുറവ്, പ്രത്യേക ചാർജ്, യാത്രാ ഇളവുകൾക്ക് നിയന്ത്രണം തുടങ്ങിയവ ഉൾപ്പെടെ യാത്രക്കാർ നേരിടാനിരിക്കുകയാണെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ നമ്മുടെ ഗതാഗത സംവിധാനത്തിന് എന്ത് സംഭവിക്കുമെന്ന് തുറന്നു വിലയിരുത്തുന്നതിനാണ് ജനകീയ സദസ് സംഘടിപ്പിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5-ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടക്കുന്ന പരിപാടി പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മുഹമ്മദ് നബിയുടെ ജന്മദിനം ലോകമെങ്ങും ആഘോഷിച്ചു. രാവിലെ മദ്രസകളിലും മഹല്ലുകളിലും ഘോഷയാത്രകൾ നടന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പ്രവാചക സന്ദേശം പകരുന്ന വിവിധ പരിപാടികളും അരങ്ങേറി. നബിദിന ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ടൗൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റി നബിദിന റാലി സംഘടിപ്പിച്ചു. മുഗദാർ MK റോഡിൽ നിന്നും ആരംഭിച്ച് ഫ്രാൻസിസ് റോഡ് പരിസരത്ത് സമാപിച്ചു. വിവിധ മദ്രസകളിലെ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട്, സ്കൌട്ട്സ്, SYs, സത്വ വിഭാഗത്തിന്റെ പരേഡ് എന്നിവ റാലിക്കൊപ്പമുണ്ടായിരുന്നു. മതസാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ റാലിയിൽ അണിചേർന്നു. സുന്നി കോർഡിനേഷൻ ദവാ വിഭാഗം ചെയർമാൻ കൂളിമാട് അബ്ദുറഹിമാൻ സഖാഫി നബിദിന സന്ദേശം നൽകി. സ്നേഹം കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ നേതാവാണ് മുഹമ്മദ് നബി തങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. മതത്തിൽ ബലാത്കാരമില്ലെന്നും നിർബന്ധ മതപരിവർത്തനം ദൈവിക മതമല്ലെന്നും ഇക്കാര്യം വിശുദ്ധ ഖുർആൻ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്നേഹത്തിന്റെ വിലയറിയാത്ത അജ്ഞാതാന്ധകാരത്തിൽ തളച്ചിടപ്പെട്ട 6-ാം നൂറ്റാണ്ടിലെ ജനസമൂഹത്തെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മുത്തുമാലയിൽ കോർത്തിണക്കുവാൻ പ്രവാചകന് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ടൗൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സയ്യിദ് മുല്ലക്കോയ തങ്ങൾ അധ്യക്ഷം വഹിച്ചു. കൺവീനർ സദാത്ത് കുണ്ടങ്ങൽ, മാലിക് ഉസ്മാൻ ഇടയങ്ങര, അബ്ദുൽ ഹമീദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പയിന്റെ ഉദ്ഘാടനം ജനുവരി 4-ന് പട്ടുതെരുവ് മസ്ജിദു സ്വാബിയിലും സമാപനം ഫെബ്രുവരി 7-ന് കുണ്ടങ്ങലിലും നടക്കും. ക്യാമ്പയിനോടനുബന്ധിച്ച് ബുർദ,
മൗലിദ്, സെമിനാർ, കൊളാഷ് പ്രദർശനം, പ്രഭാഷണം എന്നിവയും നടക്കുന്നുണ്ട്. അന്യസംസ്ഥാന നിർമ്മാണ തൊഴിലാളി കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണു മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ജഗദീഷാണ് മരണമടഞ്ഞത്. ഫറൂഖ് ചുങ്കം GH റോഡിന് സമീപമാണ് അപകടം നടന്നത്. വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് നിർമ്മാണ പ്രവൃത്തികൾക്കിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണു മരിച്ചത്. ഫറൂഖ് ചുങ്കം ചന്ത GH റോഡിന് സമീപത്തെ വീട് നിർമ്മാണത്തിനിടെയാണ് മുകൾ നിലയിൽ നിന്നും വീണ് മരിച്ചത്. മുകളിലെ സൺഷെയ്ഡിന്റെ കുത്തെടുത്തു മാറ്റുകയായിരുന്ന ഈ തൊഴിലാളി കാൽ തെറ്റി തൊട്ടടുത്ത കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ വെസ്റ്റ് ബംഗാൾ ജൽപാൽ സ്വദേശി ജഗദീഷ് വെള്ളത്തിൽ താഴ്ന്നുപോയി. ഫയർഫോഴ്സും പോലീസുകാരും നാട്ടുകാരും ചേർന്ന് അരമണിക്കൂർ നേരത്തെ പരിശ്രമത്തിലൂടെയാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്തത്. തലയുടെ അടിഭാഗത്തും നെറ്റിയിലും കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട്. പുറത്തെടുത്തപ്പോഴേക്കും തൊഴിലാളി മരണപ്പെട്ടിരുന്നു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോഴിക്കോട് കോട്ടൂളിയിലെ ഹോം ഓഫ് ലവ് അന്തേവാസികൾക്ക് പുതുവത്സര സമ്മാനങ്ങളുമായി വിദ്യാർത്ഥികളെത്തി. ജീവിത വഴിത്താരയിൽ ഒറ്റപ്പെട്ടുപോയ അന്തേവാസികൾക്ക് ആശ്വാസം പകരാൻ ജീസസ് മാവൂരിലെ 88 സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളാണ് ഹോം ഓഫ് ലവ് സന്ദർശിച്ചത്. ജിൻഷ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏകാന്തഹർഷങ്ങൾക്കും വിരഹാതുരക്കെഴുന്നിർനിദ്രനിശകൾക്കും സാക്ഷിയായി ഒരു കോണിൽ കൺചിമ്മും വിളക്കിൽ ഞാൻ നിശബ്ദമിരിക്കുന്നു. സ്നേഹവീട്ടിലെ അന്തേവാസികൾക്ക് സാന്ത്വനമേകാൻ കളിയും ചിരിയുമായി കിലുക്കാമ്പെട്ടികളെത്തി. കോഴിക്കോട് കോട്ടുളിയിലെ ഹോം ഓഫ് ലവ് അന്തേവാസികൾക്കാണ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മധുരം പകരാൻ പുതുവർഷത്തിൽ വിദ്യാർത്ഥികളെത്തിയത്. ജീവിത നൌകയിൽ ഒറ്റപ്പെട്ടു പോയവരാണ് സ്നേഹവീട്ടിലെ അംഗങ്ങൾ. ക്രിസ്തുമസ് അവധിക്കാലത്തെ ത്രിദിന ക്യാമ്പിന്റെ ഭാഗമായി GHS മാവൂരിലെ 88 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ഹോം ഓഫ് ലവ് സന്ദർശിച്ചത്. നിമിഷ നേരം കൊണ്ട് അന്തേവാസികളുമായി കുട്ടികൾ ചെങ്ങാത്തത്തിലായി. സൗഹൃദ സംഭാഷണങ്ങളും വിവിധ കലാപരിപാടികളുമായി ഇവർക്കിടയിൽ കിലുക്കാമ്പെട്ടികൾ ഏറെ നേരം ചിലവഴിച്ചു. ജീവിതത്തിലെ ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുടെ ഓർമ്മകൾ മാത്രം കൂട്ടിനുള്ള അന്തേവാസികൾക്ക് കാരുണ്യത്തിന്റെ നനുത്ത സ്പർശമേക്കാൻ കുട്ടികൾക്ക് കഴിഞ്ഞു. സ്നേഹത്തിന്റെ നൂലിഴകൾ തുന്നിച്ചേർത്ത് അന്തേവാസികൾക്ക് കൈത്താങ്ങായി വിദ്യാർത്ഥികൾ മാറി. കുട്ടികൾ ശേഖരിച്ച ബെഡ്ഷീറ്റുകളും നിത്യോപയോഗ സാധനങ്ങളും നൽകി പുതുവത്സരാശംസകൾ നേർന്നു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ S. അനൂപ്, അസിസ്റ്റന്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ റംലത്ത് KK, ഡ്രിൽ ഇൻസ്ട്രക്ടർ NP വേണുഗോപാൽ, സജിത, PTA വൈസ് പ്രസിഡന്റ് K. ചന്ദ്രൻ, അധ്യാപകന്മാർ, മറ്റു PTA പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലാ സർവോദയ മണ്ഡലത്തിന്റെ സർവോദയ ശില്പശാല കോഴിക്കോട് ഗാന്ധിഗൃഹത്തിൽ നടന്നു. ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ സർവോദയ മണ്ഡലത്തിന്റെ സർവോദയ ശില്പശാല കോഴിക്കോട് ഗാന്ധിഗൃഹത്തിൽ നടന്നു. സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് U. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ MGS നാരായണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ നിലനിൽപ്പിന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും പാരിസ്ഥിതിക ദുരന്തങ്ങളും അഴിമതിയും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ ഗാന്ധി മാർഗത്തിലൂടെ മനുഷ്യരെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. അഖിലേന്ത്യാ പ്രസിഡന്റ് PV രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. സർവോദയ മണ്ഡലം ജില്ലാ സെക്രട്ടറി P. സുരേഷ് ബാബു, ഗാന്ധി ഫീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി C. കൃഷ്ണൻ മോസ്, സർവോദയ മണ്ഡലം മുൻ സംസ്ഥാന പ്രസിഡന്റ് KPA റഹീം, TKA അസീസ് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സ്റ്റാർ ഉണ്ട്. ഇത് തിരുവനന്തപുരത്തെ സ്റ്റാർ വിവേക്, ഇത് കോഴിക്കോട്ടെ സ്റ്റാർ നസീർ, ഇത് കോട്ടയത്തെ സ്റ്റാർ ലക്ഷ്മി, ഇത് കൊച്ചിയിലെ സ്റ്റാർ രാഹുൽ, ഇത് തൃശൂരിലെ സ്റ്റാർ ഐശ്വര്യ, ഇത് കണ്ണൂരിലെ ലിറ്റിൽ സ്റ്റാർ നേഹ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ വലിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. സ്റ്റൈലാകൂ,
സ്റ്റാർ ആകും. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. എല്ലാവരും യേശുവാകാൻ ശ്രമിക്കണമെന്നും എന്നാൽ മാത്രമേ യേശുവിന്റെ സ്നേഹവും സന്ദേശവും മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയുകയുള്ളൂവെന്നും ഫാദർ മോൺ ഡോക്ടർ തോമസ് പനക്കൽ KCBC കരിസ്മാറ്റിക് റിന്യൂവൽ കോഴിക്കോട് രൂപതയുടെ റിവൈവൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരും യേശു ആകാൻ ശ്രമിക്കണമെന്നും എന്നാൽ മാത്രമേ യേശുവിന്റെ സ്നേഹവും സന്ദേശവും മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയുകയുള്ളൂവെന്ന് റവറൻ മോൺ ഡോക്ടർ തോമസ് പനക്കൽ KCBC കരിസ്മാറ്റിക് റിന്യൂവൽ കോഴിക്കോട് രൂപതയുടെ റിവൈവൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈശോ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ഗാനരൂപത്തിലെടുത്തിരിക്കുകയാണ്. സുവിശേഷമാകാൻ വിളിച്ച നാഥൻ സുവിശേഷമേകാൻ അയച്ചു നമ്മെ. 2 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ ഗാന ശുശ്രൂഷയും സ്തുതിപ്പും ദിവ്യബലിയും രോഗശാന്തി ശുശ്രൂഷയും ദിവ്യകാരുണ്യ ആരാധനയുമാണ് നടക്കുന്നത്. റവറൻ ഡോക്ടർ അലേഷ്യസ് കുളങ്ങര അധ്യക്ഷ വഹിച്ച ക്യാമ്പിൽ ബ്രദർ സിറിൽ പന്താനിക്കൽ, ബ്രദർ ക്രിസ്റ്റഫർ, ബ്രദർ തോമസ് കുരിശിങ്കൽ, ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിൽ, സിസ്റ്റർ അഞ്ജലി ജോസഫ് എന്നിവർ നേതൃത്വം നൽകുന്നത്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രവർത്തകരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. നബിദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും അന്നദാനവും നബിദിന സന്ദേശവുമായി വിവിധയിടങ്ങളിലാണ് പരിപാടികൾ നടന്നത്. മാത്തോട്ടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെയും റഫീഖ് ഉൽ ഇസ്ലാം മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. മാത്തോട്ടത്തു നിന്ന് ആരംഭിച്ച റാലി അരക്കിണർ അങ്ങാടിയിൽ അവസാനിച്ചു. MI മുഹമ്മദ്, ഗത്തീഫ് ഹുസൈൻ ഫൈസി, അബൂബക്കർ ബക്കാഫി സദർ, AP ഹസൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ശേഷം അന്നദാന വിതരണവും നടത്തി. ബേപ്പൂർ മുദാക്കര മഹല്ല് കമ്മിറ്റിയുടെയും ബേപ്പൂർ യാസിൻ ഹയർ സെക്കൻഡറി മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. ബേപ്പൂർ ഹാർബറിൽ നിന്ന് ആരംഭിച്ച റാലി പുലിമൂട് പൂണാർവളവ് വഴി ബേപ്പൂരിൽ അവസാനിച്ചു. P അഹമ്മദ് കോയ ഹാജി, ഗത്തീബ്, PC അഷ്റഫ് ഫൈസി, C മുസ്തഫ ഹാജി, റിയാസ് ഹാജി, M അബ്ബാസ്, C ആലിക്കോയ, C കോയ, KP റാഫി, P അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി. അന്നദാനവും നടത്തി. പൂണാർവളപ്പ് NMS കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബേപ്പൂർ യാസിൻ മദ്രസ സംഘടിപ്പിച്ച റാലിക്ക് സ്വീകരണം നൽകി. V ആലി, C കോയ, V സലാം, AV കോയ, PV കരീം, K അസീസ് എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. സ്വീകരണത്തോടനുബന്ധിച്ച് മൗലിദ് പാരായണം, പ്രഭാഷണം, അന്നദാനം എന്നിവയും നടന്നു. കല്ലിങ്ങൽ കാബിമുൽ ഇസ്ലാം കമ്മിറ്റിയുടെയും ഹയാസുൽ ഇസ്ലാം മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. കല്ലിങ്ങലിൽ തുടങ്ങി തമ്പി റോഡിൽ അവസാനിച്ച റാലിക്ക് A ബഷീർ, P അബ്ദുൾ റഹ്മാൻ, NK കോയ ഹാജി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് അന്നദാനവും സംഘടിപ്പിച്ചു. കല്ലിങ്ങൽ കാരുണ്യ സ്വയംസഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കല്ലിങ്ങൽ കാബിമുൽ ഇസ്ലാം കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന റാലിക്ക് സ്വീകരണം നൽകി. AM ബാവ, AP പ്രദീപ്, ആസിഫ് അലി എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. അൻസാർ ഉദിൽ സംഘം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. അരക്കിണറിൽ നിന്ന് ആരംഭിച്ച് നടുവട്ടം വഴി മാത്തോട്ടത്ത് റാലി സമാപിച്ചു. ബീരാൻ ബക്കാഫി, P മൊയ്തീൻ കോയ, P ഹുസൈൻ, K ലത്തീഫ്, P ബാവ, K ഹംസ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. തുടർന്ന് അന്നദാനവും നടത്തി. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന റോഡ് സുരക്ഷാ റാലിക്ക് തുടക്കം കുറിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങ് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരിദൂറും ഫ്ലൈവീൽ ചീഫ് എഡിറ്റർ ഹാനി മുസ്തഫയും ചേർന്ന് നിർവഹിച്ചു. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബ്ബ് സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ സന്ദേശ റാലിക്ക് തുടക്കമായി. കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂരും ഫ്ലൈവീൽ ചീഫ് എഡിറ്റർ ഹാനി മുസ്തഫയും ചേർന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ബീച്ചിൽ നിന്ന് ആരംഭിച്ച റാലി കർണാടകയിലെ കുടക് വരെ സഞ്ചരിക്കും. ബുള്ളറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി സുജീഷ് കൊണത്തോടി, അരവിന്ദ് ശശിധരൻ, സുർജിത് സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. റാലി തുടങ്ങുന്നതിന് മുൻപായി കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബ്ബ് പ്രവർത്തകർ ബീച്ചിലെ റോഡ് ഡിവൈഡറിനോട് ചേർന്ന് കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്തു. റാലി കുടകിലെ മടിക്കേരിയിൽ വൈകിട്ട് 7 മണിയോടെ അവസാനിക്കുകയും തിരിച്ച് ഞായറാഴ്ച രാത്രി 10 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ സമാപിക്കുകയും ചെയ്യും. കുടുംബ ഡോക്ടർ എന്ന സങ്കല്പത്തിന്റെ പ്രാധാന്യം സമൂഹത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കോൺഫറൻസ് തുടങ്ങി. അക്കാദമി ഓഫ് ഫാമിലി ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാനതല കോൺഫറൻസാണ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. അക്കാദമി ഓഫ് ഫാമിലി ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാനതല കോൺഫറൻസ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ നടന്നു. കുടുംബ ഡോക്ടർ എന്ന സങ്കല്പത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ അറിയിക്കുക, പുതുതായി കടന്നുവരുന്ന ഫാമിലി ഡോക്ടർമാർക്ക് രോഗികളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കുടുംബ ഡോക്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ രാജ്യത്തോട്ട് വീണ്ടും
കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കോൺഫറൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫാമിലി മെഡിസിൻ എന്ന ഒരു സ്പെഷ്യാലിറ്റി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മുടെ രാജ്യത്ത് അത് വീണ്ടും ഒരു തിരിച്ചുവരവ്, നമ്മുടെ കുടുംബ ഡോക്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരു തിരിച്ചുവരവ് നടത്തുകയാണ്. അതിനുവേണ്ടിയാണ് ഈ കോൺഫറൻസ് നടത്തുന്നത്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഫാമിലി മെഡിസിൻ്റെ ഒരു CMA കോൺഫറൻസ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് അക്കാദമി ഓഫ് ഫാമിലി ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാനതല കോൺഫറൻസും CMAയും നടക്കുന്നത്. 2 ദിവസങ്ങളായി നടക്കുന്ന കോൺഫറൻസിൽ CMAയിലെ ആഗോളതലത്തിലെ ശ്രദ്ധേയമായ നിരവധി പ്രഗത്ഭ ഡോക്ടർമാർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസുകളും നൽകുന്നുണ്ട്. MD Family Medicine was started at Calicut Medical College in the year 2012. എല്ലാ വർഷവും നമുക്ക് 2 PG സീറ്റ്സ് ഫാമിലി മെഡിസിന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലുണ്ട്. ഇതുകൂടാതെ ഞങ്ങളുടെ അണ്ടർ ഗ്രാജുവേറ്റ്സിൻ്റെ MBBS സിലബസിലും ഫാമിലി മെഡിസിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വർഷവും undergraduate students, the MBBS students, they are also trained in family medicine. Orientation to some concepts in family medicineസും ഫാക്കൽറ്റികളുടെ ക്ലാസുകളും ലെക്ചറുകളും എന്ന രീതിയിലാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കോൺഫറൻസിൽ അന്താരാഷ്ട്ര പ്രതിനിധികളും ഫാമിലി ഡോക്ടർമാരും ട്രെയിനികളും DNBയും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. ചരക്ക് നീക്കത്തിന് ജനങ്ങൾക്ക് സഹായമേകാൻ ലോജിസ്റ്റിക് പോസ്റ്റ് സേവനം കോഴിക്കോട് നിന്ന് കാസർഗോട്ടേക്ക് നീട്ടി. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ പ്രത്യേക വാഹനത്തിന്റെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. തപാൽ വകുപ്പിന്റെ പ്രീമിയം സേവനങ്ങളിലൊന്നായ ലോജിസ്റ്റിക് പോസ്റ്റിന്റെ സേവനം കാസർഗോട്ടേക്കും വ്യാപിപ്പിച്ചു. ഇതുപ്രകാരം കോഴിക്കോട്ടു നിന്ന് കാസർഗോട്ടേക്കും തിരിച്ചും മിതമായ നിരക്കിൽ ലോജിസ്റ്റിക് പാഴ്സലുകൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ കഴിയും. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ പ്രത്യേക വാഹനത്തിന്റെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പോസ്റ്റൽ സീനിയർ സൂപ്രണ്ട് P ജയദേവൻ അധ്യക്ഷനായി. ഈ പുതുവർഷ പുലരിയിൽ ഞങ്ങൾ ഒരു വാഹനം കോഴിക്കോട് നിന്ന് ആരംഭിച്ച് കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂര്, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂര്, നീലേശ്വരം തുടങ്ങി കാസർഗോഡ് അവസാനിക്കുന്ന ഒരു സർവീസ് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. വി കുഞ്ഞിരാമൻ, B സുധ, മുഹമ്മദ് ഷെരീഫ്, ഷീജ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. പാഴ്സലുകൾ ലോജിസ്റ്റിക് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9497347272 എന്ന നമ്പറിലും ബന്ധപ്പെടുക. ഇന്ത്യ ചരിത്രത്തിന് വിരോധത്തിന് മുഖം നൽകാൻ ശ്രമമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വഖഫ് ബോർഡ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾക്കുള്ള സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള വഖഫ് ബോർഡ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾക്ക് കോഴിക്കോട് പൌരാവലി സ്വീകരണം നൽകി. ഹോട്ടൽ ഹൈസൺ ഹെറിറ്റേജിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി റഷീദ് അലി ശിഹാബ് തങ്ങൾക്ക് ഉപഹാരം സമർപ്പിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിന് വിരോധത്തിന് മുഖം നൽകാൻ ചിലർ ശ്രമിക്കുന്നതായി മന്ത്രി പറഞ്ഞു. മതസൌഹാർദ്ദത്തിന്റെ ചരിത്രമാണ് നമുക്കുള്ളത്. ഭിന്നിപ്പ് ചികഞ്ഞെടുത്ത് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുവാൻ ചിലർ ശ്രമിക്കുന്നത് അപകടകരമായ പ്രവണതയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വന്നു കഴിഞ്ഞാൽ അവരാണ് എന്താ ചെയ്യേണ്ടത്. അന്നത്തെ നിലയിലുള്ള ചികിത്സാ കാര്യങ്ങൾ, പ്രിവെൻഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ, ഉപദേശങ്ങൾ ഒക്കെ അതാണ് അവരുടെ സമൂഹം. സംഘടക സമിതി ചെയർമാൻ PV ഗംഗാധരൻ അധ്യക്ഷം വഹിച്ചു. മന്ത്രി MK മുനീർ മംഗളപത്രം സമർപ്പിച്ചു. MLA-മാരായ C മോയിൻകുട്ടി, VM ഉമ്മർ മാസ്റ്റർ, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കോട്ടുമല ബാപ്പു മുസ്ലിയാർ, ഗാസി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ, ഡോക്ടർ ഹുസൈൻ മടവൂർ, KC അബു, ഉമ്മർ പാണ്ടികശാല, K മൊയ്തീൻ കോയ, PK അഹമ്മദ്, KV കുഞ്ഞാമുദ് കോയ, മുഹമ്മദ് കോയ, NC അബൂബക്കർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. റബ്കോ ട്രേഡ് ഫെയർ 2014 കോഴിക്കോട് കോൺട്രസ് ഗ്രൗണ്ടിൽ ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ, മെത്തകൾ, സ്പ്രിംഗ് മെത്തകൾ, റബ്കോ ലൈറ്റ് വെയ്റ്റ് ചെരുപ്പുകൾ, PU ചെരുപ്പുകൾ, വിർജിൻ കോക്കനട്ട് ഓയിൽ, കരകൌശല വസ്തുക്കൾ, റബ്കോ ഉൽപ്പന്നങ്ങൾ കൂടാതെ ദിനേശ്, റെഡ്കോ, മൃഗനയനി എന്നിവയുടെ ഉൽപ്പന്നങ്ങളും. റബ്കോ ഉൽപ്പന്നങ്ങൾക്ക് 40% കിഴിവ്. മേള 2015 ജനുവരി 11 വരെ. റബ്കോ ഉൽപ്പന്നങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം. റബ്കോ ട്രേഡ് ഫെയർ 2014 കോഴിക്കോട് കോൺട്രസ് ഗ്രൗണ്ടിൽ. പ്രവേശനം സൗജന്യം. സന്തോഷം തിളങ്ങുന്നോരാഘോഷം നിമിഷങ്ങളെല്ലാം
my daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. മദ്യനയം അട്ടിമറിച്ച സർക്കാർ നടപടിക്കെതിരെ ISM കോഴിക്കോട് മാനാഞ്ചിറയിൽ പ്രതിഷേധ വലയം സംഘടിപ്പിച്ചു. മദ്യത്തിനെതിരായ പ്ലാക്കാർഡുകളും പിടിച്ചാണ് ISM പ്രവർത്തകർ പ്രതിഷേധ വലയം തീർത്തത്. സമരപരിപാടി ISM ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു. മദ്യനയം അട്ടിമറിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ കേരള ജനതയെ വഞ്ചിച്ചിരിക്കുകയാണെന്നാരോപിച്ച് ISM സംസ്ഥാന സമിതി നേതൃത്വത്തിൽ മാനാഞ്ചിറ സ്ക്വയറിന് സമീപം പ്രതിഷേധ വലയം തീർത്തു. മദ്യത്തിനെതിരായ പ്ലാക്കാർഡുകളും പിടിച്ചാണ് ISM പ്രവർത്തകർ പ്രതിഷേധ വലയം തീർത്തത്. സമരപരിപാടി ISM ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്ന ഓരോ സർക്കാരുകളും ഘട്ടം ഘട്ടമായി മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകാറുണ്ടെങ്കിലും ഓരോ വർഷം കൂടുന്തോറും മദ്യശാലകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. ഇതിൽ നിന്നുള്ള ഒരു മാറ്റമായിരുന്നു ബാറുകൾ അടച്ചുപൂട്ടാനുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തീരുമാനം. എന്നാൽ ആ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇത് അനുവദിക്കില്ലെന്നും ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. മദ്യലോബിയുടെ ശക്തമായ ഇടപെടലുകളും ബാഹ്യ സമ്മർദ്ദങ്ങളും കാരണമായി സർക്കാർ പുറകോട്ടു പോവുകയും വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോടുള്ള വാഗ്ദാനം നിരസിക്കുകയും വഞ്ചനാപരമായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. മദ്യനയത്തിലെ ചൂടമാറ്റത്തിനെതിരെ മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് വരുന്ന നാളുകളിൽ കേരളം സാക്ഷ്യം വഹിക്കുമെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇസ്മായിൽ കരിയാട് അധ്യക്ഷം വഹിച്ചു. ഫൈസൽ നന്മണ്ട, നസീർ ചെറുവാടി എന്നിവർ സംസാരിച്ചു. സമൂഹത്തിൽ ഹാനികരമായ ലഹരി ഉപയോഗത്തിനെതിരെ മുന്നറിയിപ്പുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത് നാട്ടുകാർക്ക് വേറിട്ട അനുഭവമായി മാറി. എരഞ്ഞിക്കൽ PVS ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് പുതുവത്സര ദിനത്തിൽ ലഹരിക്കെതിരെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളെ ലഹരിയുടെ മായിക വലയത്തിൽപ്പെടുത്തി അവരുടെ ജീവിതം നശിപ്പിക്കുന്ന ലഹരി മാഫിയയ്ക്കെതിരെ ജാഗ്രതാ സദസ്സ് ഒരുക്കിക്കൊണ്ടാണ് എരഞ്ഞിക്കൽ PVS ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത്. പുതുവത്സര ദിനത്തിൽ സ്കൂൾ അങ്കണത്തിൽ നടത്തിയ കൂട്ടായ്മയിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കാളികളായി. ഇതോടനുബന്ധിച്ച് പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിച്ച ലഹരിക്കെതിരായ പ്രത്യേക പ്രദർശനവും ഉണ്ടായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ AB ജോർജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയയ്ക്കെതിരെ പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് കമ്മീഷണർ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്ന് വിപണനം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണമെന്നും കമ്മീഷണർ പറഞ്ഞു. പബ്ലിക് റിലേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂളിലെ 2 അധ്യാപകർക്ക് യാത്രയപ്പ് നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഗുരുവന്ദനം പരിപാടിയിൽ ബ്രോഷർ പ്രകാശനം PRD ഡെപ്യൂട്ടി ഡയറക്ടർ വാർഡ് കൌൺസിലർ കറ്റടത്ത് ഹാജരാക്കി നൽകി നിർവഹിച്ചു. കൌൺസിലർ ലിംന സുരേഷ്, മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി OJ ചിന്നമ്മ, സ്കൂൾ പ്രിൻസിപ്പൽ സഞ്ജീവൻ കളത്തിൽ, PTA പ്രസിഡന്റ് K പത്മനാഭൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ P അനിൽ, റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ റോഷൻ ബാബു എരഞ്ഞിക്കൽ എന്നിവർ സംസാരിച്ചു. എന്റെ സഹപാഠികളിലേക്കും സുഹൃത്തുക്കളിലേക്കും കുടുംബത്തിലേക്കും ഈ സന്ദേശം പകരുമെന്നും ഈ പുതുവർഷ ദിനത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വിദ്യാർത്ഥികളെ ലഹരി വലയിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ നാട്ടുകാരുടെ കൂട്ടായ്മ. രാഷ്ട്രീയ സന്നദ്ധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ലഹരി വിരുദ്ധ കമ്മിറ്റി നിരന്തര ബോധവൽക്കരണത്തിലൂടെയാണ് നാടിനെ ലഹരി മുക്തമാക്കുവാൻ ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് അരക്കിണറിലാണ് കമ്മിറ്റി രൂപീകരിച്ചത്. അരക്കിണർ, മാത്തോട്ടം ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപിച്ച ലഹരി ഉപയോഗത്തിനെതിരെ നാട്ടുകാർ ഒന്നിക്കുന്നു. മേഖലയിലെ യുവജന സംഘടനകൾ ചേർന്ന് രൂപവത്കരിച്ച കമ്മിറ്റിയാണ് ലഹരി ഉപയോഗം തടയാൻ കർമ്മനിരതരാകുന്നത്. മുഴുവൻ യുവാക്കളെയും സംഘടിപ്പിച്ച് നിരന്തര ബോധവൽക്കരണത്തിലൂടെ നാടിനെ ലഹരിമുക്തമാക്കുകയാണ് ലക്ഷ്യം. രാഷ്ട്രീയ സന്നദ്ധ യുവജന സംഘടനകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് അരക്കിണർ ടൌൺ ടീം നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ ലഹരി വിരുദ്ധ കമ്മിറ്റി രൂപവത്കരിച്ചു. ആദ്യഘട്ട പ്രവർത്തനം എന്ന നിലയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്താനാണ് ഉദ്ദേശ്യം. എക്സൈസ്, പോലീസ് എന്നിവയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ജനറൽ കൺവീനർ ഷെഫീഖ് അരക്കിണർ പറഞ്ഞു. കമ്മിറ്റി രൂപവൽക്കരണ യോഗം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ MK ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. റഫീഖ് അരക്കിണർ അധ്യക്ഷം വഹിച്ചു. P മാധവദാസ്, MI മുഹമ്മദ് ഹാജി, PP ബീരാൻകോയ, രാജേഷ് മേനോൻ, P വിജീഷ്, റഫീഖ് ഹൈഡേക്കർ, T റുമീസ് എന്നിവർ പ്രസംഗിച്ചു. കമ്മിറ്റി ഭാരവാഹികളായി T റുമീസിനെയും ഷെഫീഖ് അരക്കിണറിനെയും തിരഞ്ഞെടുത്തു. കൊളത്ര കാലിക്കറ്റ് ഓർഫനേജ് ALP സ്കൂൾ 35ാം വാർഷികം ആഘോഷിക്കുന്നു. ഇതിന്റെ ഭാഗമായി വിളംബര ജാഥ നടന്നു. 3 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്.
കൊളത്തറ കാലിക്കറ്റ് ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ഓർഫനേജ് ALP സ്കൂൾ 35ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായുള്ള വിളംബര ജാഥ നടന്നു. സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും അടങ്ങിയ വർണ്ണശബളമായ ഘോഷയാത്ര പ്രദേശത്ത് പര്യടനം നടത്തി. 3 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് നടത്തിവരുന്നത്. അതോടൊപ്പം ഹെഡ്മാസ്റ്റർ PC മുഹമ്മദ് കുട്ടി മാസ്റ്റർക്ക് യാത്രയപ്പ് നൽകും. പരിപാടികൾക്ക് PC മുഹമ്മദ് കുട്ടി മാസ്റ്റർ, T മൻസൂർ, P ബാവ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ. അരക്കിണർ കളത്തിങ്ങൽ ബീരാൻ കുടുംബസംഗമം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കൌൺസിലർ KK സൈഫുനിസ ഉദ്ഘാടനം ചെയ്തു. കോയ TM അധ്യക്ഷം വഹിച്ചു. ഇസ്ഹാഖ്, ഹംസ, ഖദീജ, ആമിന, കുഞ്ഞിമോൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഹനീഫ, ലത്തീഫ്, ബീരാൻ കോയ, കോയമാൻ ഹാജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഗവർണർ P സദാശിവം ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതോടെ 25% പ്രവേശനം പ്രാദേശിക വിദ്യാർത്ഥികൾക്കായി നീക്കിവെച്ച കേന്ദ്രീയ വിദ്യാലയം പഠന പാഠ്യേതര മേഖലയിൽ മികവ് പുലർത്തുന്ന കേരളത്തിലെ ശ്രദ്ധേയമായ സ്ഥാപനമാണെന്ന് പ്രിൻസിപ്പൽ ആയിഷത്ത് സുഹറ പറഞ്ഞു. കേരളത്തിലെ ജലസ്രോതസ്സുകൾ ഭാവിയിൽ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളും അവ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളും ചർച്ച ചെയ്യാനായി വാട്ടർ വിഷൻ 2030 എന്ന വിഷയത്തിൽ കുന്നമംഗലം CWRDM ശില്പശാല സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 2030ലേക്ക് സുസ്ഥിരമായ ജലവിഭവ വിനിയോഗം നടപ്പിലാക്കുന്നതിന് കേരളത്തിൽ സജ്ജമാക്കാനുള്ള അടിസ്ഥാന രേഖയാണ് വാട്ടർ വിഷൻ 2030 എന്നും CWRDM ഭാരവാഹികൾ അറിയിച്ചു. പ്രവാചക വൈദ്യത്തിലൂന്നിയ ചികിത്സാ സംവിധാനത്തിനെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിച്ച് വിവിധ ലോകരാജ്യങ്ങളും സർവകലാശാലകളും അംഗീകരിച്ച വിജ്ഞാനശാഖയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് മെഡിക്കൽ സയൻസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പ്രവാചക വൈദ്യത്തിന് രാജ്യത്തും അംഗീകാരം ലഭിക്കുന്നതോടെ ഇതൊരു വൈദ്യശാസ്ത്ര മേഖലയായി വികസിക്കുമെന്നും ഇതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അവർ പറഞ്ഞു. TNHD ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിക്കുന്ന 2 പുസ്തകങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് 5-ന് കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നാടകകൃത്ത് ജയപ്രകാശ് കുളൂർ, എഴുത്തുകാരി KP സുധീര എന്നിവർ പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാലൻ കുന്നത്തറയുടെ നാടകമായ ശ്രീകൃഷ്ണാമൃതം, സുരേഷ് പാർപ്പത്തിന്റെ കവിതാ സമാഹാരം അടിവേരിൽ കിളിർത്ത ഇലകൾ എന്നിവയാണ് പ്രകാശനം ചെയ്യുക. കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 39ാമത് പുഷ്പഫല സസ്യ പ്രദർശനം ബീച്ചിലുള്ള മെറൈൻ ഗ്രൌണ്ടിൽ ജനുവരി 7 മുതൽ 13 വരെ നടത്തും. സൊസൈറ്റി പ്രസിഡന്റും ജില്ലാ കളക്ടറുമായ CA ലതയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യും. നഗരവാസികൾക്ക് സ്ഥലപരിമിതിയിൽ പോലും കുറഞ്ഞ ചെലവിൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാമെന്ന സന്ദേശം നൽകുന്നതാണ് ഇത്തവണത്തെ ഷോയുടെ പ്രത്യേകത. പ്രേംനസീറിന്റെ 26ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി പ്രേംനസീർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 6 തീയതി മുതൽ 16 തീയതി വരെ ചിത്രപ്രദർശനം, ചലച്ചിത്രോത്സവം, അവാർഡ് സമർപ്പണം, അനുസ്മരണം, ഗാനാവിഷ്കരണം എന്നീ പരിപാടികൾ നടക്കും. സ്പോർട്സ് കൌൺസിൽ ഹാളിലും ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലുമാണ് ചടങ്ങുകൾ നടക്കുക. നാടക സിനിമാ രംഗത്ത് 66 വർഷമായി തുടരുന്ന അഭിനേത്രി നിലമ്പൂർ ആയിഷയ്ക്ക് 2015 പ്രേംനസീർ സാംസ്കാരിക വേദി അവാർഡ് നൽകും. പ്രേംനസീറിന്റെ ചരമദിനമായ ജനുവരി 16 തീയതി സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമർപ്പിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം, നാടൊട്ടുക്കും നബിദിനാഘോഷ പരിപാടികൾ, പ്രവാചക പ്രകീർത്തനങ്ങളുമായി ഘോഷയാത്രകൾ. റെയിൽവേ സ്വകാര്യവൽക്കരിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ പ്രക്ഷോഭത്തിലേക്ക്. തിങ്കളാഴ്ച ജനകീയ സദസ്സ്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം തകർന്ന് അന്യസംസ്ഥാന തൊഴിലാളി കിണറ്റിൽ വീണു മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.